അപ്പോ പിണറായി വിജയനെതിരെ ഞാൻ എപ്പോഴും പറയാറുള്ള ഭീരു എന്നുള്ള പ്രയോഗം ഇപ്പോ ഈ നിമിഷം പിൻവലിക്കുകയാണ്. കാരണം അതിനേക്കാൾ മാരകമായ അവസ്ഥയാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് പല സംഭവങ്ങളിലൂടെ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. നമസ്കാരം. ഇന്നലെ യൂത്ത് കോൺഗ്രസുകാരെ പ്രകോപിപ്പിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയതും ഒപ്പം സദസ്സ് നടക്കുന്നിടങ്ങളിലും നവകേരള പേടകം പോകുന്ന വഴികളിലും റെഡ് സോൺ പ്രഖ്യാപിച്ചതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. KSU പ്രവർത്തകർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയ നീക്കം, അതായത് അന്തം കമ്മികൾ നിർണായക നീക്കം എന്നൊക്കെ പറഞ്ഞ് പ്രകീർത്തിക്കുന്ന നീക്കം, അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സംശയിക്കും, ഇങ്ങേർക്ക് വല്ല വട്ടുമുണ്ടോ എന്ന്. അതിനു മുൻപ് ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ചില ചെറിയ സംഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വാളും കഴിഞ്ഞ് പുതിയ നാടകം നിങ്ങൾ കേട്ടതാണല്ലോ അല്ലെ? അതുകൊണ്ട് നീട്ടിപ്പിടിച്ച തോക്കിലേക്ക് ഞാൻ തൽക്കാലം കടക്കുന്നില്ല. ഒന്നാമത്തെ സംഭവം, അതായത് സാധാരണഗതിയിൽ ഒരു പ്രതിഷേധ മാർച്ചോ പ്രകടനമോ ഒക്കെ നടത്തുമ്പോൾ മുതിർന്ന ഒരു നേതാവ് ഉദ്ഘാടനത്തിനെത്തും. അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതേപോലെ തന്നെ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഇന്നതാ പോലീസ് കേസ് വന്നപ്പോൾ അങ്ങേരെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഒപ്പം രണ്ടാം പ്രതിയായിട്ട് ഷാഫി പറമ്പിലും മൂന്നാം പ്രതിയായിട്ട് രാഹുൽ മാങ്കൂട്ടും പിന്നെ പ്രസിഡന്റ് ആണെന്ന് വെക്കാം. അപ്പോ ശരിക്കും ആർക്കാണ് ഭ്രാന്ത്? നിങ്ങൾ തന്നെ ആലോചിച്ച് പറഞ്ഞു. അത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഇനി അടുത്തത്, നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞതും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതും അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതും പിന്നെ കോടതിയിലെത്തിയപ്പോൾ കോടതി തന്നെ പോലീസിനെ വിമർശിച്ച് പ്രതികൾക്ക് ജാമ്യം നൽകിയതും എല്ലാം കേരളം കണ്ടതാണ്. അന്ന് എല്ലാവരും ചോദിച്ചത്, ഒരു ഷൂവേറ് കൊണ്ടാല് ജീവൻ പോകുന്ന മുഖ്യനാണോ കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്നതിന് ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. അതായത് അന്ന് ആ വ്യത്യസ്ത കാഴ്ച റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകയ്ക്കും ഒപ്പം ബ്യൂറോ ചീഫിനും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് നമ്മുടെ പിണറായി പോലീസ്. അതിന്റെ ഔചിത്യം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായാൽ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ അതും ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടുതന്നിരിക്കുന്നു. ഇനിയാണ് നട്ടപ്രാന്ത് എന്ന് തന്നെ പറയാവുന്ന, എന്നാൽ കമ്മികളെ സംബന്ധിച്ച് നിർണായക നീക്കം. അതിനു മുമ്പ് ഒരൊറ്റ ചോദ്യം, അതായത് നിങ്ങൾ കരുതുന്നുണ്ടോ കേന്ദ്രം പിണറായിയെയും പരിവാരങ്ങളെയും പിരിച്ചുവിട്ട് ഇവന്മാരെ രക്ഷപ്പെടാൻ സമ്മതിക്കും എന്ന്? ഏതായാലും ഞാൻ കരുതുന്നില്ല. മോദി ഇവന്മാരെ എല്ലാം അനുഭവിപ്പിച്ചേ വിടൂ. അതാണല്ലോ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി പ്രതിപക്ഷം പോലും നിഷ്ക്രിയമായിരിക്കുന്ന അവസരത്തില് യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ച രണ്ടു പേരാണ് ഗവർണറും മറിയക്കുട്ടിച്ചേർത്തി. മറിയക്കുട്ടിച്ചേർത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഹൈക്കോടതിയിലെ വിശേഷം ഓർത്തത്. അതും കൂടി ഒന്ന് പറയാം. അതായത് മറിയക്കുട്ടിച്ചേർത്തിയുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കേസ് ഇന്ന് എത്തിയത് പിണറായിയുടെ ബദ്ധശത്രുവായിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ തന്നെയാണ്. ഉടനെ സർക്കാർ പതിവ് പല്ലോയി തുടർന്ന് കാശില്ല എന്നും പറഞ്ഞു. ഉടനെ കോടതി നിർത്തിപ്പൊരിച്ചു. എന്നിട്ട് പറഞ്ഞു, മറിയക്കുട്ടിച്ചേർത്തി കോടതിയെ സംബന്ധിച്ച് VIP ആണ്. ഒപ്പം കുറെ ചോദ്യങ്ങളും. പണമില്ലാത്തപ്പോൾ ആഘോഷങ്ങളും ധൂർത്തും കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇവർക്ക് പെൻഷൻ കൊടുക്കാതിരുന്നാൽ ഇവർക്കും ജീവിക്കണ്ടേ എന്നൊക്കെ. ഒപ്പം ഉടൻ പെൻഷൻ കൊടുത്തിരിക്കണം എന്നൊരു ശാസന. ഇനി ആനമണ്ടത്തരത്തിലേക്ക് തന്നെ നമുക്ക് വരാം. അപ്പോ നമ്മുടെ ഗവർണറെ രാഷ്ട്രപതി തിരിച്ചു വിളിക്കും എന്ന് സ്വപ്നത്തിലെങ്കിലും നമുക്ക് കരുതാൻ സാധിക്കുമോ? ഇല്ല. കാരണം പിണറായിയുടെ ഉറ്റതോഴൻ നമ്മുടെ സ്റ്റാലിൻ 6 മാസം മുമ്പ് ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നും പറഞ്ഞു കൊടുത്ത കത്ത് രാഷ്ട്രപതി തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെയല്ലേ കേരള രാജാവിന്റെ കത്ത്. ആ കത്താണ് ആനമണ്ടത്തരം എന്ന് പറഞ്ഞത്. മണ്ടത്തരത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ അറിഞ്ഞോ, ഗവർണർ പിച്ചി മാന്തി എന്നൊക്കെയുള്ള, അതായത് ഗവർണർ ആരിഫ് ഖാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, പ്രോട്ടോകോൾ ലംഘിക്കുന്നു, അങ്ങനെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു എന്നും, പിന്നെ വിദ്യാർത്ഥികളോട് മോശം വാക്കുകൾ പ്രയോഗിക്കുന്നു, പിന്നെ ഭരണപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നുമില്ല. ആരാ ഇതൊക്കെ പറയണത്? ഖജനാവില് പൂച്ചയ്ക്ക് പറയാൻ പ്രസവ വാർഡ് ഒരുക്കി കൊടുത്തിട്ട് 1 മാസമായിട്ട് ട്രിവാൻഡ്രത്ത് ഓഫീസും പൂട്ടി പരിവാരങ്ങളെയും കൂട്ടി തെണ്ടി തിന്നാനിറങ്ങിയ, അതും എല്ലാ മണ്ഡലങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തിയ നമ്മുടെ ഷിൻ ജിങ് പിൻറായി ഇനി കാണിച്ചത് ശുദ്ധ മണ്ടത്തരം തന്നെ എന്ന് പറയാതെ നിർവാഹമില്ല. കാരണം ഇനി അഥവാ രാഷ്ട്രപതി കത്ത് കൈകൊണ്ട് തൊട്ടാൽ നമ്മുടെ താരം, അതായത് ആരിഫ് ഖാൻ വിശദീകരണം കൊടുക്കേണ്ടി വരും. അപ്പോ ഒരു വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാം.
ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും ഭരണസ്തംഭനവും അഴിമതിയും അരാജകത്വവും പിന്നെ തനിക്കെതിരെയുള്ള അതിക്രമങ്ങളും എല്ലാം ചേർത്തൊരു വിശദീകരണം. അപ്പോ ആരുടെയൊക്കെയോ വായില് കോലിട്ടിളക്കിയ പോലെയായില്ലേ? അല്ലെങ്കിൽ ആരോ മോങ്ങാനിരുന്നപ്പോ തേങ്ങ വീണു എന്ന് പറഞ്ഞാലും മതി. പിന്നെ ഇന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് മേധാവി ഗവർണറെ കണ്ടിട്ടുണ്ട്. ഇനി അതെന്തിനാണാവോ? അപ്പൊ ശരി.